വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റും കൂടെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങായിട്ട് എടുത്തിട്ടുള്ളത്. അത് 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് സ്റ്റൗവിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പൊട്ടാറ്റോ ഒക്കെ വെച്ച് ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. നമ്മൾ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിലോട്ട് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബൂരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴച്ചെടുക്കുന്ന ആ ഒരു ഇതിൽ പരുവത്തിലാക്കിയെടുക്കുക. അപ്പോൾ മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മതിയാവും കേട്ടോ. വെള്ളം കൂടി പോകരുത്. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ പൊട്ടാറ്റോ നന്നായിട്ട് തന്നെ വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റിയിട്ട് നന്നായിട്ട് തന്നെ ഉടച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങിൽ വെള്ളം ഒന്നും ഉണ്ടാവരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് നന്നായിട്ട് തന്നെ ഒട്ടും കട്ടയില്ലാതെ തന്നെ ഉടച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് കുഴച്ചെടുത്തപ്പോൾ മാവ് കുറച്ചും കൂടി ലൂസാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലോട്ട് 1/2 കപ്പ് പൊടിയും കൂടെ മൈദപ്പൊടിയും കൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നേരെ നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പകുതി മാവ് നമുക്ക് ഇതിലോട്ട് വെച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത് വെച്ചെടുക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് ഓയിൽ എന്തായാലും ബ്രഷാക്കി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ മൈദപ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടി എന്തെങ്കിലും വിതറി കൊടുത്തിട്ട് പരത്തിയെടുത്താലും മതി. പിന്നെ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് നമുക്കിത് ഷേപ്പിൽ കിട്ടുമെന്ന് വേണ്ട കേട്ടോ. ഇത് പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഏത് ഷേപ്പിൽ നമ്മൾക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ പൂരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു കട്ടിയിൽ മതിയിട്ടത്. ഇനി നമുക്കത് ഓരോ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബോട്ടിലിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ ചെറിയ അപ്പങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കിയെടുത്തതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ അപ്പങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് 2 എണ്ണം 3 എണ്ണം 4 എണ്ണമൊക്കെ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് എണ്ണ കുടിക്കണ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്കത് കിട്ടും. ഇതിലോട്ട് ഒരു കറിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇസ്റ്റു കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പൊട്ടാറ്റോ ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.
അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.